അത് ഖൈബർ യുദ്ധത്തിൻ്റെ ഘട്ടമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെ ടെൻ്റ് ചെയ്തിരിക്കുന്നു. ഭക്ഷണമില്ല. അപ്പോഴാണ് അവരുടെ അടുത്തുണ്ടായിരുന്ന കഴുതകളെ അറുത്ത് വേവിച്ച് കഴിക്കുന്ന ഒരു സംഗതിക്ക് അവസരമുണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഉക്കിലത്തിൽ ഹുമുർ, കഴുതകളെ അറുത്ത് തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. നബി മൗനം പാലിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉഫിനിയത്തുൽ ഹുമർ, കഴുതകളെ മുഴുവൻ അറുത്ത് തിന്ന് അത് ഇല്ലാതാവുകയാണ്. കഴുതകൾ നമ്മുടെ യാത്രാമൃഗമാണ്, യാത്രാവാഹനമാണ്. അതുകൊണ്ട് അത് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാമൂഹിക കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയോട് പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ വ റസൂലഹു യൻഹാനീകും അൻ ലുഹൂമിൽ ഹുമർ, അള്ളാഹുവും റസൂലും നിങ്ങൾക്ക് കഴുതയുടെ മാംസത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫഇന്നഹാ റിജ്സുൻ ഔ നജിസുൻ, അത് മ്ലേച്ഛതയാണ്, അത് അശുദ്ധിയാണ്, അത് നിങ്ങൾ കഴിച്ചുകൂടാ. ഇത് കേട്ടതും സ്വഹാബത്ത് എന്താ ചെയ്തതെന്നറിയോ? ഫഉക്ഫിഅത്തുൽ ഖുദൂറു ബിമാ ഫീഹി, ഭക്ഷണമുണ്ടായിരുന്ന പാചകപാത്രങ്ങൾ അതോടുകൂടെ അവരങ്ങൾ കമഴ്ത്തി എന്നാണ്. ഈ നിർദ്ദേശം കേട്ടതും പാചകപാത്രങ്ങൾ അവരപ്പടി അങ്ങോട്ട് കമഴ്ത്തി. പൂർണ്ണമായും അവർ വേവിച്ചുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് തൊട്ട് താമക്കാൻ നമ്മൾ പറയില്ലേ, അതുപോലും ഇല്ലാതെ അവരത് അപ്പടി കമഴ്ത്തി എന്നാണ്. ചരിത്രങ്ങളാണ്, ഒരുപാട് പാഠങ്ങളുണ്ട്. ചരിത്രം അധ്യാപകനാണ്, ഗുരുവാണ്. സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാൻ 20 ചരിത്രങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സമയമാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളത് നിർത്തും. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പാഠമുണ്ട്. പ്രവാചകനും ഇങ്ങനെ കഴുതന്റെ വിഷയം വന്ന് പറഞ്ഞ ഉടനെ പറയണില്ല, ഒരു വഹി പ്രതീക്ഷിക്കുകയാണ്. ആ വഹി വന്നപ്പോൾ പ്രവാചകൻ അബൂ തൽഹനോട് അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അബൂ തൽഹ അത് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത്രയും ഭക്ഷണ സാധനം വെറുതെ കളയേ, ഞങ്ങളുടെ വിശന്നിരിക്കല്ലേ, ഇത്രയും അധ്വാനിക്കണേ, ഈ സമയം വരെ നിങ്ങൾക്ക് എന്തേലും പണി നിങ്ങൾ നോക്കിയിരുന്നില്ലേ, ഒന്നും ചോദിച്ചില്ല. ആ ഭക്ഷണം പാചകം ചെയ്തത് നമ്മളായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ചരിത്രത്തിന്റെ കൂടെ പോകാൻ നമുക്ക് പറ്റണം. അതായിരുന്നു അവരുടെ അനുസരണം. അതാണ് ഖുർആൻ പറഞ്ഞത്. ഞാനിവിടെ ഓതി വെച്ച വചനം, ഫലാ വറബ്ബിക്, നിന്റെ റബ്ബാണ് സത്യം. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ, അവർ ഒരിക്കലും വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഭിന്നതയുള്ളൊരു വിഷയത്തിൽ നിന്നെ വിധികർത്താവാക്കുന്നതുവരെ. അങ്ങനെ വിധികർത്താവാക്കി, അഥവാ അങ്ങനെ ആയത്തിൽ അങ്ങനെ ഉണ്ട്, ഹദീസിൽ അങ്ങനെ ഉണ്ട് എന്ന നിലക്ക് അവരത് സ്വീകരിച്ചു, അത് വേണ്ടെന്ന് വെച്ചു. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, പിന്നെ നീ വിധിച്ച ആ വിധിയിൽ, ഖുർആനിന്റെ ആ നിയമത്തിൽ, റസൂലുള്ളാഹിന്റെ ആ കൽപ്പനയിൽ അവർക്ക് യാതൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, അതവർ പൂർണ്ണമായി അനുസരിക്കണം. ഇതൊരു അടിസ്ഥാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇതാണ്. പ്രവാചക സ്നേഹത്തിന്റെ ആഘോഷങ്ങളിലേക്കും ആവേശങ്ങളിലേക്കും സമൂഹം പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ ചരിത്ര വായനക്ക്, ഞാൻ കൊണ്ടുവന്ന ചരിത്ര വായനക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം വ്യക്തി എന്നുള്ള നിലക്ക് ഈ വെള്ളിയാഴ്ച വന്നിവിടെ ഇരുന്ന് കേട്ടു പോകുമ്പോൾ വളരെ കൃത്യമായൊരു വ്യക്തിപരമായ അവലോകനത്തിന് വലിയൊരു സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അള്ളാഹു റസൂലും പറയുന്നതിലേക്ക് ചേർന്ന് നിന്നാൽ ഇല്ലേ, ചില ആളുകൾ ഇങ്ങനെ അവർക്ക് താടിയൊക്കെ വന്ന് ഭയങ്കര എന്താ പറയാ തല്ലിപ്പൊളിയിട്ട് നടന്ന ഒരാൾ താടിയൊക്കെ വന്ന ആളൊന്ന് ഉഷാറായി വരുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എന്താ പോലും പറ്റിയേ, താടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇതിപ്പോ എവിടുക്ക എത്തുക? അതെന്താ സംഭവം എന്നറിയോ? ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ വലിയൊരു സാധനം ഇവിടെ ഉണ്ട്. താടി നീളുന്ന കാണുമ്പോൾ വല്യമ്മക്കടക്കം പേടി. എന്തിനാ വല്യമ്മ പേടിക്കണു? മുടി കാണുമ്പല്ലാത്ത പേടി താടി കാണുമ്പോ എന്താ ഉണ്ടാവാൻ കാരണം?
എൻ്റെ തലമുടി കാണുമ്പോൾ അല്ലാത്ത പ്രശ്നം താടി കാണുമ്പോൾ ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ കൂടി ഇസ്ലാമോഫോബിക്കായി മാറുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി ആ താടിയെ എയിം ചെയ്തുകൊണ്ട് അതിനൊരു സിംബോളിക് ആക്കിക്കൊണ്ട്, അങ്ങനെയാണ് ഇന്നത്തെ പരസ്യങ്ങളുടെ ഏറ്റവും വലിയ തന്ത്രം എന്താ? എന്തിനു എംബ്ലം ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലേ? എംബ്ലം ഉണ്ടാകും. മനുഷ്യന്റെ ബയോളജി അനുസരിച്ച്, തലച്ചോറനുസരിച്ച് അതവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ ഭയങ്കര സുഖമാണ്. ഞാനിവിടുന്ന് ചില പേരുകൾ പറഞ്ഞ നിങ്ങൾ കാണുന്നത് ചില എംബ്ലങ്ങളാണ്. മലയാള മനോരമ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ എംബ്ലാണ് കാണുന്നത്, അല്ലേ? നിങ്ങൾ എംബ്ലാ കാണുന്നത്, അല്ല നിങ്ങൾ എൻ്റെ ഓഫീസല്ല കാണുന്നത്, അതിന്റെ മാനേജറല്ല കാണുന്നത്. ഞാനിവിടുന്ന് നൈക്ക് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് രംഗത്തുള്ള ആളുകൾ കൃത്യമായിട്ട് ഇത് കാണുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഓരോന്നിനും ഓരോ സിമ്പലുമാണ്. ഇതൊരു QR കോഡാണ്. ഇങ്ങോട്ട് വെച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് സിറിയയിലെയും യമനിലെയും തുടങ്ങി ഏതെങ്കിലുമൊക്കെ പ്രാകൃത സമൂഹങ്ങളിലെ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു മഹാപണ്ഡിതന്റെ പോലും, നിങ്ങൾ എന്നെ ശരിക്ക് കേൾക്കുക, ലോകമറിഞ്ഞ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പിന്തുണയില്ലാത്ത ഇവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇവിടുത്തെ ഏത് തീവ്രവാദ ഗ്രൂപ്പ് നിങ്ങൾ എടുത്തോ, ആ തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെടും മുമ്പ് ഇസ്ലാമിക സമൂഹത്തിലെ ഏതെങ്കിലും ഒരു നിശ്ചിത കാലം സ്വാധീനിച്ചൊരു വ്യക്തി അതിലില്ല. വേറൊരു ടോപ്പിക്കാണ്, നമുക്കത് വിശദമായി തന്നെ പഠിക്കണം, വിശദമായി തന്നെ പറയണം അവസരം കിട്ടുമ്പോൾ. ഞാൻ പറയുന്നത്, ഒരാൾ ഖുറാനോടും സുന്നത്തിനോടും ചേർന്ന് വന്നാൽ എന്താ സംഭവിക്കുള്ളൂ അറിയോ? അയാൾ ഈ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അയാളുടെ നാവ് ശരിക്കും ഖുറാൻ നിയന്ത്രിക്കും, ഹദീസ് നിയന്ത്രിക്കും. അയാളുടെ കണ്ണ്, അയാളുടെ കാത്, അയാളുടെ ചിന്ത, അയാളുടെ സർവം അതിശക്തമായി നിയന്ത്രിക്കും. മനസ്സിലായില്ലേ? അതിശക്തമായി നിയന്ത്രിക്കും. ഒരാൾക്കും ദ്രോഹം ഉണ്ടാക്കണ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ആലോചിക്കണം, അവര് പാചകം ചെയ്തുണ്ടാക്കിയ ഫുഡ് അവർക്ക് തട്ടാനുള്ള പ്രേരണ എന്തായിരുന്നു എന്നറിയോ? ഒറ്റ കാരണമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, അതോടൊപ്പം അതേപോലത്തെ വേറൊന്നും നൽകപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ വളരെ കറക്റ്റാണ്, നമുക്കറിയും. അതിൽ 6000 ചില്ലാനം വചനങ്ങൾ. അതിന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ടത് എന്താണ്? അതിന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ വഹയുകളാണ്. അത് ഖുർആൻ തന്നെയും പറഞ്ഞു. എന്താണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക്, നിനക്ക് നാം അവതരിപ്പിച്ച ഗ്രന്ഥം, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. മറ്റൊരു വചനം, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം നീ ജനങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടിയാണ് നാം അത് കൊണ്ടുവന്നത്. അപ്പോ ഖുർആൻ വഹിയായിട്ട് ജിബ്രീൽ കൊണ്ടുവന്നു കൊടുത്തതാണ്. അതിന്റെ വിശദീകരണമായിട്ടുള്ള കാര്യങ്ങളോ അതും വഹിയായിട്ട് കൊണ്ടുവന്നതാണ്. കാന ജിബ്രീൽ യൻസിലു അലൈഹി ബിസ്സുന്ന കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ. ഖുർആനും കൊണ്ട് ജിബ്രീൽ വരുന്നത് പോലെ ഹദീസും കൊണ്ട് ജിബ്രീൽ വരാറുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ സമൂഹത്തിൽ ഹദീസിനെതിരെയുള്ള വലിയ ക്യാമ്പയിനുകൾ നടന്നിട്ടുണ്ട്. നവോത്ഥാനത്തിന്റെ മേൽക്കുപ്പായങ്ങൾ ചാർത്തിക്കൊടുത്ത് തിരോധാനത്തിന്റെ പേരിൽ പുണ്യവൽക്കരിക്കപ്പെടുന്ന വ്യക്തികൾ തിരോധാനത്തെ 100% നിരാകരിക്കുന്നു. ഒരു വ്യക്തിയെയും അയാളുടെ ആശയത്തെ ഇല്ലാതാക്കേണ്ടത് അയാൾ ഇല്ലാതാക്കിയിട്ടല്ല, അല്ലെ? ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ ആ വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ടാകും, അവർക്കെതിരിൽ നടപടി എടുത്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത്, വ്യക്തികളുടെ പേര് മിമ്പറിൽ പരാമർശിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടും വിഷയങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടി പറയാണ്. വളരെ വാചാലമായി പ്രസംഗിച്ചവരും നന്നായി എഴുതിയവരും തൊട്ട് ഹദീസിനെതിരിൽ വലിയ അറ്റാക്ക് നടന്നിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകളുടെ വലിയ ക്യാമ്പയിനുകൾ ലോകത്ത് നടന്നതിന്റെ തുടർച്ചയാണത്. വളരെ കൃത്യമാണ്. ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കുന്നു, ഇസ്ലാം വിമർശനം മനസ്സിൽ വെക്കുന്ന ക്രിസംഗി മോഡൽ വ്യക്തികൾ ലോകത്തെമ്പാടുണ്ട്. അവരത് ഫണ്ടിറക്കി അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നു. അത് പിന്നെ ഫാസിസ്റ്റ് ചേരികൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു സൈക്കിൾ അതിനുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു സൈക്കിൾ അതിനുണ്ട്. ആ സൈക്കിളിൽ നമ്മൾ ആരെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചരിത്ര പാഠങ്ങൾ നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. അത് നമ്മൾ പഠിക്കണം. പ്രവാചകന്റെ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു. റസൂലുള്ള പറഞ്ഞു, അവരനുസരിച്ചിരുന്നു. കാരണം റസൂലുള്ള പറയണത് പ്രവാചകൻ ദീനായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് വഹയാണ്. ദുന്യാവ് പറഞ്ഞപ്പോഴോ പ്രവാചകൻ അവരോട് പറഞ്ഞു, നമ്മളിപ്പോ ഈ ഈത്തപ്പന മരങ്ങളിൽ അതിന്റെ പൂവും ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പ്രക്രിയകളുണ്ടല്ലോ, വേടൻ ഓർമ്മ വരുന്നില്ല, അത് നമ്മൾ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ മരത്തിന്റെ മേലെന്ന് ചോദിച്ചു, നബിയെ നിങ്ങൾ ദീന് പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം.
ഇത് ദുന്യാവാണെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ചെയ്യണം. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്കാണ് കൃഷിനെ കുറിച്ച് കൂടുതൽ അറിയാം, നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ബദറിൽ അവർ ടെൻഡ് ചെയ്തപ്പോ നബിനോട് ചോദിച്ചത്, വഹയാണോ നബിയെ? വഹയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി, ഞങ്ങൾക്ക് കൂടുതൽ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ വഹയ അല്ലെങ്കിൽ ഇവിടെ അല്ല നിൽക്കാൻ നല്ലത്. അവർക്ക് യുദ്ധം പരിചയമുണ്ട്. അവർ പറഞ്ഞതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. അപ്പോ പ്രവാചകന്റെ വചനം വന്നാൽ പിന്നെ നമ്മുടെ സ്റ്റാൻഡ് എന്താ? ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബ്അൻ ലിമാ ജിഅ്തു ബിഹി. വല്ലാത്തൊരു ഹദീസാണത്. ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസത്തിന് പൂർണ്ണത കിട്ടുകയില്ല. ഹത്താ യകൂന ഹവാഉ, അവന്റെ ഇച്ഛ ആയിത്തീരണം. തബ്അൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾക്ക് അനുസൃതമാകണം. നമ്മുടെ ഇഷ്ടം പ്രവാചകന്റെ വചനങ്ങൾക്ക് വിരുദ്ധാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തേക്ക് എത്തണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, റസൂലുള്ളാഹി എന്റെ പ്രവാചകനാണ് എന്ന് പറയുന്ന ആ ഷഹാദത്തിന്റെ അർത്ഥം അതാണ് പ്രവാചക സ്നേഹം. അല്ലാതെ ഒരു സ്പെഷ്യൽ ഡേ, പ്രത്യേകമായ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും അങ്ങനെയല്ല, അല്ലെ? അതിനെ അല്ല നമ്മൾ പറയാം. അത് സമൂഹം തിരിച്ചറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്ക് പരലോകത്ത് വലിയ നഷ്ടമായിരിക്കും. അതാണ് ബാങ്ക് കഴിഞ്ഞാൽ 1-2 ദിക്റുകൾ ചൊല്ലാണ്ടല്ലോ. അതിൽ ദിക്ർ എന്താ? ബാങ്കിന് ഓരോ വാചകങ്ങൾക്കും ജവാബ് കൊടുത്തിട്ട് നമ്മൾ പറയുന്ന ഉത്തരം എന്താ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. റളീതു ബില്ലാഹി റബ്ബൻ, എന്റെ റബ്ബായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ പൂർണ്ണമായും എന്റെ മതമായി തൃപ്തിപ്പെട്ട് ഉൾക്കൊണ്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, എന്റെ പ്രവാചകനായി ഞാൻ റസൂലുള്ളാഹിയെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അഷ്ഹദു എന്ന് പറഞ്ഞൊരു വ്യക്തി, അയാള് ആധാർ കാർഡിൽ വിശ്വാസിയായിരിക്കും. അള്ളാഹിന്റെ അടുത്ത് വിശ്വാസിയാവണമെങ്കിൽ ഈ പറഞ്ഞ റിളയിലേക്ക് അയാൾ എത്തണം. അപ്പൊ ആ റിളകളെ, ആ തൃപ്തിയെ നമുക്ക് അത്ര തന്നെ ബോധ്യപ്പെടുത്തി തരാത്ത ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണും കേൾക്കുകയൊക്കെ ചെയ്യും. ഇസ്ലാമിന്റെ വിധികളോ ഹുക്കുമുകളോ ഒക്കെ ആയിട്ട്. എന്താ അതിന്റെ കുഴപ്പം? നമ്മുടെ പഠനത്തിന്റെ അഭാവം അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. നമ്മൾ സൂക്ഷ്മമായി വിഷയത്തെ പഠിച്ചെത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇസ്ലാം എന്ന മതത്തെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ എന്തെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അധിനിവേശങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ലോകത്ത് 10,000 റിസോഴ്സ് കേന്ദ്രങ്ങളുണ്ട്. ഇതിനു വേണ്ടി മാത്രമുള്ള റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എല്ലാ മീഡിയ അജണ്ടകളിലും ഈ ഇസ്ലാം എന്ന മതത്തിന്റെ ഉന്മൂലനമുണ്ട്. കാരണം അവരേറിയപ്പെടുന്ന കണ്ടന്റ് ലോകത്തെ ഒന്നുമില്ല. ഇപ്പൊ ഭയങ്കര സിമ്പിൾ അല്ലേ? നിങ്ങൾ ChatGPT ഒരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ഇട്ടെടുത്താൽ മതി. എന്താ പ്രോംപ്റ്റ്? ഇന്ന ചാനലിന്റെ കഴിഞ്ഞ ഒരു മാസത്തെ കോണ്ടന്റ് എത്രത്തോളം എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. ആന്റി ഇസ്ലാം കോണ്ടന്റ് ആണ് കംപ്ലീറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇസ്ലാം ഇവിടെ പിടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അതിന്റെ ബേസ്മെന്റ് അത്ര സ്ട്രോങ് ആണെന്നുള്ളത് തന്നെയാണ്. ഉയർത്തപ്പെട്ട മുഴുവൻ വിമർശനങ്ങളും, ഉയർത്തപ്പെട്ട മുഴുവൻ ആക്ഷേപങ്ങളും, അതിനൊക്കെ മറുപടികളുണ്ട്. ഒന്നുമില്ല മറുപടി ഇല്ലാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കല്യാണം കഴിച്ചു, കുറെ കല്യാണം കഴിച്ചു അല്ലെ? ഭയങ്കര ക്യാമ്പയിനാണ് ഇന്നത്തെ. ഇപ്പൊ മലയാളത്തിലെ ഏറ്റവും വലിയ ക്യാമ്പയിനുകളിൽ ഒന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ മതി, വിഷയം തീരും. എന്തിനാ കല്യാണം കഴിക്കണേ? ഇവിടെ ഉയർത്തപ്പെടുന്ന വിമർശനത്തിലെ കല്യാണം കഴിക്കൽ എന്താ? നബി ഒരു ലൈംഗികദാഹിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം കല്യാണം കഴിച്ച ആൾക്ക് പ്രവാചകനേക്കാൾ എത്രയോ പ്രായമുണ്ട്. പിന്നെ കല്യാണം കഴിച്ച ആൾക്കോ അതിലേറെ പ്രായമുണ്ട്. 60കാരിയായ ഉമ്മു സലമ ബീവിയെ പ്രവാചകൻ ജീവിതത്തിലേക്ക് എടുക്കുകയാണ്. നീണ്ട കാലങ്ങൾക്ക് ശേഷം, ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഉമ്മു സലമയും ഭർത്താവും തമ്മിൽ കണ്ടുമുട്ടുന്നത് അബൂ സലമയുടെ മരണമുഖത്താണ്. മരണമുഖത്ത് കരഞ്ഞിരിക്കുന്ന ഒരു വിധവയുടെ അരികിൽ പോയി പ്രവാചകൻ അവരോട് പറയാൻ വേണ്ടി പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയൂ. ശരി, പറഞ്ഞു. അല്ലാഹുമ്മ അജ്ർലി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പറയൂ. നമ്മളെ ഫോൺ പോയാലും, നമ്മളെ വണ്ടി ഇടിച്ചാലും, നമ്മളെ കുട്ടി മരിച്ചാലും, നമ്മളെ കട കത്തിയാലും, നമ്മളെ വീട്ടിൽ വെള്ളം കയറിയാലും ഒക്കെ ചെല്ലാനുള്ള ദിക്റാണത്. അല്ലാഹുമ്മ അജ്ർലി ഫീ മുസീബത്തി, എന്റെ ദുരിതത്തിന് എനിക്ക് നീ കൂലി തരണം. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, അതിലേറെ ഖൈറായത് എനിക്ക് നീ തരണം. എന്നിട്ട് ഉമ്മു സലമ ബീവി പറയുന്നുണ്ട്, അബൂ സലമ എന്ന് പറയുന്ന വലിയ മനുഷ്യനേക്കാളും നല്ലൊരാളെ ഈ കിളവിയായ പല്ലു കൊഴിഞ്ഞ് മോണ കാട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഉമ്മു സലമക്ക് ഇനി കിട്ടുകയെ എന്നവര് അത്ഭുതം കൂറി അവരുടെ ആത്മ സംഭാഷണങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ഉമ്മു സലമന്റെ ബെഡ്റൂമിലെ പുതുമാരനായി പിന്നെ വന്നതാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഉമ്മു സലമനെ പ്രവാചകൻ എടുക്കുന്നത്. ഓരോരുത്തരും എങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിഷയങ്ങൾ പഠിച്ചു പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറയുന്നത് ഇത് വഹയാണ്. ഈ വഹയുകൾ
സ്വഹാബത്ത് അത്രയും മനോഹരമായി സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇനി മദ്യനിരോധനത്തിന്റെ ഒരു രംഗമുണ്ട്, കേട്ടോക്ക് നിങ്ങൾ. മദ്യം ഇസ്ലാമിൽ എങ്ങനെ നിരോധിച്ചത്? രാവും പകലും മുഴുവൻ കുടിച്ചു മറിഞ്ഞിരുന്നൊരു ജനത, ഞാൻ മരിച്ചാൽ എന്നെ ഈത്തപ്പന വള്ളികൾക്ക് താഴെ കുഴിച്ചു മൂടണമെന്ന് വസിയത്ത് എഴുതി വെച്ച കാരണവന്മാരുള്ള ഒരു സമൂഹം. അവരെങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലൂടെ, അതിന്റെ ഘട്ടങ്ങളിലേക്ക് ഞാൻ പോണില്ല, നമ്മുടെ വിഷയത്തിന്റെ പൂർണ്ണതയിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അവസാനത്തെ ആയത്തിറങ്ങി. എന്താ അവസാനത്തെ ആയത്തിന്റെ ചുരുക്കം? ഫഹൽ അൻതും മുൻതഹൂൻ, മനുഷ്യന്മാരെ നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്ന ചോദ്യം. ഈ ആയത്തിറങ്ങിയപ്പോ മദീനയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായി. അവിടെ ചെത്തുതൊഴിലാളികളുടെ സമരമുണ്ടായില്ല, മദ്യമുതലാളിമാരുടെ കൈക്കൂലി കൊടുക്കലും പിന്നെ സീക്രട്ട് ക്യാമറകളും ഉണ്ടായില്ല, അവിടെ ഭരിക്കണ മുന്നണിയിൽ നിന്ന് തന്നെ പ്രശ്നം ഉണ്ടായില്ല, പ്രതിപക്ഷത്ത് നിന്ന് തന്നെ സംസാരം ഉണ്ടായില്ല. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലേ എന്നുള്ള ഒറ്റ ചോദ്യം വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു രംഗം പറയാണ്. അനസ് ഇബ്നു മാലിക് പറയാണ്, മാ കാന ലനാ ഖംറുൻ ഗൈറു ഫളീഖികും ഹാദല്ലദീ തുസമ്മുനഹു അൽ ഫളീഖ. ഫളീഖ എന്ന് പേര് വെച്ച ഒരു പ്രത്യേക മദ്യം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ക്യാമ്പയിനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, മദ്യത്തിൽ ഗുണത്തെക്കാളേറെ ദോഷാണെന്ന് പറഞ്ഞു വെച്ചു. ഗുണത്തെക്കാളേറെ ദോഷാണെന്ന് റസൂലുള്ള പറഞ്ഞൊരു കാര്യം ഞാൻ ഉപയോഗിക്കണില്ല എന്ന് കുറച്ച് ആൾക്കാർ തീരുമാനിച്ചു. എന്നാലും വലിയ അഡിക്റ്റുകളൊക്കെ പിന്നെയും കുറച്ചൊക്കെ കുടിക്കും. അപ്പൊ റസൂലുള്ള പറഞ്ഞു, നിസ്കാരത്തിന് കുടിച്ചിട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിന് മുമ്പ് നിർത്തേണ്ടി വന്നു. രാത്രി നേരത്തെ നിർത്തി. സുബഹിന്റെ ലൊഹറിന്റെ അടിയിൽ ആണ് പിന്നെ സമയമുള്ളത്, അവിടെ നേരത്തെ നിർത്തി. ലൊഹറിന്റെ അസറിന്റെ അടിയിൽ സമയമല്ല, അപ്പോഴോ കുടിച്ചില്ല. മഗ്‌രിബിന്റെ ഇശാന്റെ അടിയിൽ അവിടെയും സമയമല്ല. അപ്പൊ കുറെ ടീം ഡെവലപ്പായി വന്നിരുന്നു. പിന്നെ വീര്യം കുറഞ്ഞ സാധനം, അതാ പറഞ്ഞ വീര്യം കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും ഖലീലുഹു വ കസീറുഹു ഹറാം, കൂടിയതും കുറഞ്ഞതൊക്കെ ഹറാമാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാനുള്ള കാരണം അതാണ് കേട്ടോ, പറഞ്ഞു പോണം നമ്മള്. അപ്പോ ഇങ്ങനെ വന്നപ്പോ അബൂ ത്വൽഹ എന്ത് ചെയ്യാണ്, മൂപ്പർക്ക് ഇതിന്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, കച്ചവടമൊക്കെ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഫൈനീല ഖായിമുൻ അസ്ഖി അബാ ത്വൽഹത വ ഫുലാനൻ വ ഫുലാനൻ, അബൂ ത്വൽഹക്ക് ഞാൻ കോരിക്കൊടുക്കുകയാണ്. അപ്പോഴോ ഇന്ന ആൾക്കാർക്കൊക്കെ മദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, മദ്യവീപ്പയിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴോ ഇത് റജുലുൻ ഫഖാൽ, ഒരാൾ വന്നിട്ട് പറഞ്ഞു, വഹൽ ബലഗകുമുൽ ഖബർ, നിങ്ങൾക്ക് വാർത്ത എത്തിയില്ലേ? എന്താ വാർത്ത? ഫഖാലു വമാ ദാക്, എന്താ വാർത്ത എന്ന് ചോദിച്ചപ്പോ ഹുർരിമത്തുൽ ഖംർ, കള്ള് നിഷിദ്ധമാക്കിയിരിക്കുന്നു, കള്ള് ഹറാമാക്കിയിരിക്കുന്നു. ഫഖാലു അഹ്രിക് ഹാദിഹിൽ ഖിലാല യാ അനസ്, ഉടനെ മദ്യത്തിന്റെ കച്ചവടത്തിന്റെ മുതലാളി പറയാ, ഈ പാത്രം ഒഴിച്ചള അനസേ. അനസ് ഇങ്ങനെ കോരിക്കൊടുക്കാണ്, ചെറിയ കുട്ടിയാണ്. അനസ ഈ പാത്രം ഒഴിച്ചള. ഖാല ഫമാ സഅലൂ അൻഹാ വലാ റാജഊഹാ ബഅദ ഖബരിർ റജുൽ, അതാണ് വർത്താനം, അതാണ് വർത്താനം, അതാണ് അനുസരണയുള്ളൊരു സമൂഹം അല്ലെ, അനുസരണയുള്ളൊരു സമൂഹം. ആവേശപൂർവ്വം ഹൃദയത്തിൽ നിന്ന് അശ്ഹദു പറയാൻ കഴിയുന്ന വിശ്വാസികളാകാൻ പറ്റുന്ന ഒരു രംഗമാണിത്. എന്താ? ഫമാ സഅലൂ അൻഹാ, അവരതിനെ കുറിച്ച് പിന്നെ ചോദിച്ചതേ ഇല്ല. വലാ റാജഊഹ, അവർ ഉറപ്പുവരുത്തിയതുമില്ല. അല്ല മോനെ, നീ പറഞ്ഞത് ശരി തന്നെയല്ലേ, ഇത് വലിയ മുതലിന്റെ വലിയ ചെലവുണ്ടാക്കിയ സാധനമാണ്, ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, ആദ്യമ തീർന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്തും അനുസരിക്കുക എന്നുള്ളതാണ് ആ ജനത ചെയ്തത്. പിന്നീട് അവരുടെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടായില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പിന്നെ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ സംശയമുള്ള ഒരു വിഷയം, അതിൽ റസൂലുള്ള വിധി പറഞ്ഞാൽ പിന്നെ ഒരു സംശയവും അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹി മുസ്ലിം ഉദ്ധരിച്ചതാണ് ആദ്യം ഞാൻ പറയുന്ന ഹദീസുകളൊക്കെ കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാം. മൂന്നാമത്തെ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വർണ്ണമോതിരത്തിന്റെ കഥയാണ്. അന്ന റസൂലുള്ളാഹി ഇസ്തനഅ ഖാതമൻ മിൻ ദഹബിൻ, പ്രവാചകൻ ഒരു സ്വർണ്ണമോതിരം ധരിച്ചൊരു ദിവസം വന്നു. ഫകാന യജ്അലു ഫസ്സഹു ഫീ ബാതിനി കഫ്ഫിഹി ഇദാ ലബിസഹു, പ്രവാചകൻ കല്ലുള്ള ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടാണ് അത് ധരിച്ചത്. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ, നബി കല്ലുള്ള ഭാഗം ഉള്ളിലേക്കാക്കിയപ്പോൾ ഓലും കല്ലുള്ള ഭാഗം ഉള്ളിലേക്കാക്കി. ഒരു ജനതയുടെ അനുസരണമാണ് ഞാൻ പറയുന്നത്. സ്വർണ്ണമോതിരാണ്, നബി കല്ലുള്ളത് ഉള്ളിലേക്കാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ച് അവരും അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് മിമ്പറിൽ വെച്ച് പ്രവാചകൻ അത് ഊരി. എന്ന് പറഞ്ഞാൽ പ്രവാചകന് സ്വർണ്ണമോതിരം നിഷിദ്ധമാക്കുന്ന വഹി വരികയാണ്. വഹി വന്നപ്പോൾ പ്രവാചകൻ ഊരി. ഫനസഅഹു ഫഖാൽ ഇന്നി കുൻതു അൽബസു ഹാദൽ ഖാതം, ഈ മോതിരം ഞാൻ ധരിക്കാറുണ്ടായിരുന്നു. വഅജഅലു ഖസ്സഹു മിൻ ദാഖിൽ, ഇത് ഞാൻ ഉള്ളിലേക്കാക്കിയിട്ടാണ്. ഫസ്സഹു മിൻ ദാഖിൽ,
ഉള്ളിലേക്കാക്കിയിട്ടാണ് ഞാൻ ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഫറമാ ബിഹി, ഒറ്റ ഏറ് കൊടുത്തു. മിമ്പർമൻ തന്നെ അത് ഒറ്റ ഏറ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വല്ലാഹില അൽബസുഹു അബദ, ഇനി ഞാനത് ധരിക്കൂല. എന്താ ജനത ചെയ്തറിയോ? ഫനബദന്നാസ ഖവാതിമഹു, അപ്പൊ തന്നെ എല്ലാവരും ഊരിയിട്ട് അവിടെ ഇട്ടു. അതേ പള്ളിയിൽ ഊരിയിട്ട് അവിടെ ഇട്ടു. ഇതാണ് അനുസരണം. നമുക്ക് നമ്മളെ കുട്ടി ആൺകുട്ടിയാണെങ്കിലും സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാ. ഞാരെങ്കിലും കുട്ടിക്ക് സ്വർണ്ണം ഇടരുതേ എന്ന് പറഞ്ഞാൽ അത് അതിവാദമായിട്ട് വിചാരിക്കും ആൾക്കാർ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, റബ്ബാണ് സത്യം, അവരുടെ വിശ്വാസം പൂർത്തിയാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അങ്ങ് പറഞ്ഞിടത്ത് അവർ നിൽക്കുന്നതുവരെ. എന്നിട്ടോ അവരുടെ മനസ്സിൽ അവർക്ക് സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, നിങ്ങൾ വിധിച്ചൊരു വിധിയിൽ അവർക്ക് യാതൊരു പ്രയാസവും പിന്നെ ഉണ്ടാകാൻ പാടില്ല. എങ്ങനെ ഇപ്പൊ ഇളയമ കൊണ്ടുവന്നതല്ലേ മൂത്തമ്മ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. കണ്ണിൽ കണ്ടത് അങ്ങനെ തന്നെ ഇങ്ങനെ വിശ്വസിച്ച്, എന്താ കടലിലൂടെ അങ്ങനെ പോയപ്പോ ഉപ്പ് ജലവും ശുദ്ധജലവും ചേരാത്തൊരു സാധനം കപ്പലിൽ നിന്ന് ഇങ്ങനെ കണ്ടു, അതിന്റെ വീഡിയോ കണ്ടു. അതിന് കുറച്ച് വെള്ളം എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് നോക്കിയപ്പോ മിക്സ് ആകണില്ല, രണ്ടും രണ്ടായിട്ട് നിൽക്കുക. കടലിൽ മാത്രമല്ല, അത് ലാബ് കൊണ്ടുവന്നാൽ അങ്ങനെ തന്നെ നിൽക്കുക. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അൽഹംദുലില്ലാ, ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഗൈബിയായ ചില കാര്യങ്ങൾ ഉണ്ടാകും, അത് പടച്ചോനും പടച്ചോന്റെ പ്രവാചകനും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണം. അത് നമ്മളെ തലച്ചോറിന്റെ ഉള്ളിൽ കൊള്ളണില്ലെങ്കിലും. നമ്മളെ ബുദ്ധി എന്ന് പറയുന്നത് പഠിക്കണ കാലത്ത് 210 കിട്ടാതെ തോറ്റ ബുദ്ധി SLCക്ക് അല്ലേ? ആ ബുദ്ധിയും വെച്ചിട്ട് ഖുറാനിനെയും ഹദീസിനെയും വിലയിരുത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. ഖുറാനിനെയും എന്താ കാര്യം എന്താ, അങ്ങനെ വിലയിരുത്തിയ പലതും പിന്നീട് വലിയ തോതിൽ മാറിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. സയൻസ് ഫാക്ടുകളാണെങ്കിലും പിന്നെ എന്താണെങ്കിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്കതിൽ പറയാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഇനി മറ്റൊരു കാര്യം പറയാം. മൂന്നാമത്തെ ഒരു സംഭവം പറയാം. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂദ് ഗോത്രത്തിന്റെ വെള്ളത്തിൽ നിന്ന്, കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരു വിഷയം അവരോട് പറയാം. മരുഭൂമിയാണല്ലോ, അപ്പോ സമൂദിനെ ശിക്ഷിക്കപ്പെട്ട മണ്ണാണ്. ഒരു ജനതയ്ക്ക് മേൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒരു സ്ഥലത്ത് അവിടുന്ന് വേഗം പോകാൻ റസൂലുള്ളാഹി പറയാം. അവിടുന്ന് വേഗം പോകാൻ പറയും. അവിടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയും കേട്ടോ. അപ്പൊ ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വാലിഹ് നബി ഒട്ടകത്തിന് വെള്ളം കൊടുത്ത കിണറ്റിൽ നിന്നല്ലാതെ എവിടുന്ന് നിങ്ങൾ എടുക്കണ്ട എന്ന് പറയണം. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഹർരിഖൂഹു മസ്തഖൗ വയഗ്ലിഫുൽ ഇബ്ല അൽ അജീൻ വഅമറഹും അൻ യസ്താഖൂ മിനൽ ബിഇരി അല്ലതി കാനത് തരിദുഹ നാഫില. വെള്ളം എടുത്തിട്ട് മാവ് കുഴച്ചു കഴിഞ്ഞിരുന്നു. നബി പറഞ്ഞു, ആ മാവ് നിങ്ങൾ ഉപയോഗിക്കണ്ട, അത് ഒട്ടകത്തിന് കൊടുക്കും. അവരപ്പടി അതനുസരിച്ചു. അവിടെ വേറെ ഒന്നുമില്ല. നമുക്കൊക്കെ കുറെ പ്രായോഗിക ചിന്തകളാണ് ഇവിടെയൊക്കെ വരിക. അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഹദീസ് എന്താ? അവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ട ഹദീസ് ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅതു ബിഹി. എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നിലപാടുകളാകുന്നതുവരെ നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നിലും സഹോദരന്മാരെ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. അതിൽ നിലപാടെടുത്തതുകൊണ്ട്, അതനുസരിച്ച് തീരുമാനം എടുത്തതുകൊണ്ട് ഒരു നഷ്ടം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ പലിശനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും, ഒരു എന്താ നിങ്ങൾ പറയണ, കച്ചവടമല്ലേ, നടക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, പലിശക്ക് എടുത്തിട്ട് വിജയിപ്പിച്ച എത്ര കച്ചവടം ഉണ്ട്? ലോകം തന്നെയും ഇസ്ലാമിക് ഫിനാൻസിനെ സംബന്ധിച്ച് കമന്റ് ചെയ്യണ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു സ്റ്റോറി നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ലോക സാമ്പത്തിക പ്രതിസന്ധിയുടെ സ്റ്റോറി, ജനിക്കാനിരിക്കുന്ന 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് കോടികളുടെ കടമുള്ള അവസ്ഥയിലാണ് ലോകത്ത് ഓരോ രാഷ്ട്രങ്ങളും ഉള്ളത്. നേരെ തിരിച്ച് ഇസ്ലാമിക് ഫിനാൻസ് കൃത്യമായി കീപ്പിയുടെ രാഷ്ട്രങ്ങളുടെ സ്ഥിതി ഒന്ന് എടുത്തു നോക്കും നിങ്ങൾ. അവര് പിന്നെയും പുരോഗതിക്ക് പോവാണ്. അപ്പോ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് അല്ലേ? പണ്ട് എൻ്റെ ഒരു കുട്ടി, ക്ലാസ് മുറിയിലൊരു കുട്ടി പിന്നെ ഒരു കവിത എഴുതി, ഒരു കൊച്ചു കവിത. അത് അവൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയതാണോ ഇനി അവൾ തന്നെ എഴുതിയതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വ്യക്തമല്ല. എന്താണ്? ലോൺ എടുത്തു, വീട് വെച്ചു, വീട് വിറ്റു, ലോൺ അടച്ചു. അത്ര സിമ്പിളാ. ലോൺ എടുത്തു, വീട് വെച്ചു, വീട് വിറ്റു, ലോൺ അടച്ചു അല്ലേ? നിങ്ങൾ ഏതെടുത്തു കഴിഞ്ഞോ, ഇസ്ലാമികമായ ഏത് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞോ, ആ സ്റ്റാൻഡുകൾക്കൊക്കെ കൃത്യമായും ലോകം അത് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി ഇല്ലാതെ, ഒരു അപകർഷബോധം ഇല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളിലേക്കും തത്വങ്ങളിലേക്കും വരുന്നില്ല. ഒരു ഭയവും നമുക്കില്ല. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ വേഷത്തെ ഒരാൾ വളരെ മോശമാക്കി കളിയാക്കി.
അപ്പൊ അയാള് പറഞ്ഞു, ഈ ആകാശവും ഭൂമിയും ഒക്കെ ഡിസൈൻ ചെയ്ത പടച്ചോനാണ് എൻ്റെ വസ്ത്രത്തിന്റെ ഡിസൈനർ. നിങ്ങളെ വസ്ത്രത്തിന്റെ ഡിസൈനറോ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്. അയാൾ ഇനി അടുത്ത ദിവസം വേറൊരു സാധനമായിരിക്കും ഡിസൈൻ ചെയ്യുക, അത് നിങ്ങൾ ധരിക്കേണ്ടി വരും. എനിക്കൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട്, സ്ഥിരമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ഇല്ലേ? ഒരു ഇൻഫീരിയോറിറ്റിന്റെ ആവശ്യമല്ല. നമ്മളുടെ വിശ്വാസങ്ങളെയും സമീപനങ്ങളെയും ശരിയായി പഠിച്ചാൽ തീർച്ചയായും അത് നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഉറപ്പിക്കാനുള്ളത്. അവരുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരികൾക്ക് വലിയ പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പൊ ഈ മനുഷ്യനാണെങ്കിൽ പെണ്ണിനോട് ഭയങ്കര സ്നേഹമാണ്. ഈ സ്ത്രീക്കാണെങ്കിൽ ഈ മനുഷ്യനെ വേണ്ട. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ ഒരു ആത്മകഥം പോലെ പറഞ്ഞു, അവനെ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞു. ഒട്ടനെ അത്രയും നേരം ഇങ്ങനെ ആ ഭർത്താവിനെതിരെ കമന്റ് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന്, നബിയെ, ഇത് നിങ്ങൾ എന്നോട് നിർദ്ദേശിക്കുകയാണോ? ഞാൻ എടുക്കൂ. ഇല്ല, ഞാൻ നിർദ്ദേശിക്കണില്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. അത്ര ക്ലിയറാ അവരുടെ അനുസരണം. ഒരു വയോധികയായ സ്ത്രീ ഒരു ഭാര്യയും ഭർത്താവുള്ള വീട്ടിൽ ചെന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ഭാര്യയും ഭർത്താവും എൻ്റെ പാല് കുടിച്ചിട്ടുണ്ട്. അറബ്സിന്റെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു രീതിയാണത്. നമ്മൾ കുപ്പിപ്പാൽ കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്യും? മുലകുടിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കും. ആ മുലകുടി ബന്ധത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ പാല് ആശുപത്രിയിൽ അവർ നിൽക്കുമ്പോൾ മറ്റൊരു കുട്ടി കൊണ്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക. എന്താ, ആ കുട്ടിൻ്റെ ഉമ്മാക്ക് പാലില്ല, അല്ലെങ്കിൽ ആ കുട്ടിൻ്റെ ഉമ്മ മരിച്ചു, ഇപ്പൊ നമ്മൾ പറയാം ഇങ്ങോട്ട് തരൂ, ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയാം. അതോടെ ആ കുട്ടിക്ക് എവിടെ നിന്നോ വന്ന മറ്റാരുടെയോ ഉദരത്തിൽ പിറന്ന് അവർ നൊന്തു പ്രസവിച്ച് അവർ മരിച്ചുപോയി. ആ കുട്ടിയുടെ ഉമ്മയുടെ വില ഈ കുട്ടി കൊടുക്കണം എന്നാണ്. പിന്നെ അനന്തരാവകാശമല്ലാത്തതിലൊക്കെ എന്താണ്, നിയമം ബാധകമാണെന്നാണ്. അപ്പൊ ഇവരോട് രണ്ടാളോടും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും പാല് തന്നിട്ടുണ്ടല്ലോ മക്കളെ എന്ന്. അവർ രണ്ടാളും ഞാരോടും ഉണ്ടണ്ട, അത് അങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കല്ല ചെയ്തത്. അതിലൊരു ഇസ്ലാമിക വിധി ഉള്ളതുകൊണ്ട് അവർ പ്രവാചകന്റെ അടുത്ത് പോയി. വിഷമത്തോടെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളെ കാര്യം അറിയണത് വരെ കുഴപ്പമില്ല, അറിഞ്ഞ സ്ഥിതിക്ക് മുലപ്പാലിന് അങ്ങനത്തെ ഒരു വില ഉണ്ട്, പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? സന്തോഷപൂർവ്വം പിരിയുന്നു. കരച്ചിലും ബഹളമൊന്നുമില്ല, ഒരു വിധിയെ അനുസരിക്കുന്നു. ഞാൻ പറയുന്നത് ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വ്യക്തമാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും അനുസരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ടോ പ്രിയപ്പെട്ടവരെ? മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും അനുസരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റുമോ? മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും ഭംഗിയുള്ള മറ്റൊരു വ്യക്തിയെ കാണാൻ പറ്റുമോ? ഒരാൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് അയാളുടെ സൗന്ദര്യമാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും സുന്ദരനായ വ്യക്തി. ഒരാൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഏറ്റവും മഹത്തായ ചരിത്രങ്ങൾ അവതരിപ്പിച്ചൊരു വ്യക്തി. ഒരാളുടെ വാക്കുകളാണ് BGMന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാറ്റസുകളിൽ തെളിയുന്ന, ആരോ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് വേറെ ആരോ പ്രാക്ടീസ് കൊടുത്ത് അതിനുശേഷവും ഏറ്റവും മെഗാപിക്സൽ കപ്പാസിറ്റി ഉള്ള ക്യാമറകൾക്ക് മുന്നിൽ ഒരുപാട് തവണ തെറ്റിച്ചു വീണ്ടും അയാൾ ആവർത്തിച്ചു പറഞ്ഞ ഡയലോഗാണ് അയാളെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നതെങ്കിൽ അയാളുടെ കഴിവിനൊന്നും നിരാകരിക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടില്ല, ഒരാളും റീടേക്ക് ചെയ്തിട്ടില്ല. എന്തെല്ലാം മനോഹരമായ കമന്റ്സ് ഉണ്ട്. നീ നിന്റെ വീടിന്റെ മേൽക്കൂര കെട്ടുമ്പോ മറ്റവനെ പരിഗണിക്കണം. നിന്റെ മേൽക്കൂരി എന്നുള്ള ദ്രോഹം അങ്ങോട്ട് ഉണ്ടാകരുത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ഭക്ഷണം കഴിക്കണോന് അവന്റെ വിശ്വാസം പൂർണ്ണല്ല, അല്ലെ? അനാഥക്കുട്ടിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവയുടെ കാര്യത്തിൽ, ലോകം പിന്നീട് ചർച്ച ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമന്റ് ചെയ്തിട്ടുണ്ട്. കാരണം റസൂൽ പറഞ്ഞത് അത്രയും വഹയാണ്. വഹി മാത്രമേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കൂ എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെയും ജീവചരിത്രത്തെയും നമ്മൾ അറിയണം. അപ്പോഴേ നമുക്ക് നബിയോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരുടെയും കൊടിയൊക്കെ പിടിച്ച് പിന്നെ കുറച്ച് ദിക്റൊക്കെ ചൊല്ലി അങ്ങനെ നടന്നതുകൊണ്ട് അതിന് ഇസ്ലാമികമായ രേഖയില്ല, പ്രമാണങ്ങളില്ല. ആയിഷ ബീവി പ്രവാചകന് ശേഷം 40-40 വർഷം ജീവിച്ചിട്ടുണ്ട്. അവരൊരിക്കലും അത് ചെയ്തിട്ടില്ല. 4 ഖലീഫമാര് ചെയ്തിട്ടില്ല.
സ്വഹാബത്തിൽ ഒരു സ്വഹാബിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഓർമ്മ വരേണ്ടത് പ്രവാചക ജീവിതത്തെ ശരിയായി പഠിക്കാനുള്ള പ്രചോദനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ, മുഖ്ലിസുകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഷിഫാഇനെ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾക്ക് അറിയാം, അദ്ദേഹം കഴിഞ്ഞ 10-20 ദിവസമായി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നതും പ്രതീക്ഷിച്ച് ഒരു കുടുംബം കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു കുഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉദരത്തിൽ തുടിക്കുകയാണ്. ഈ 20-ാം തീയതിയാണ് ആ കുട്ടിയുടെ എന്താ പറയുക ഡെലിവറി ഡേറ്റ് ഡോക്ടർ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഉണർച്ചയിലേക്ക് എത്തുന്ന ഒരു തൗഫീഖിനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിസ്സഹായരാണ് നമ്മളൊക്കെ. ഒരുപാട് പ്ലാനും പദ്ധതി ഉണ്ടാക്കി പോവാണ്. ഒരു ബൈക്കും ഒന്നൊന്ന് തെന്നി വീണപ്പോ നഷ്ടപ്പെട്ട ബോധത്തെ തിരിച്ചു കൊണ്ടുവരാൻ 10-15 ലക്ഷം ചെലവാക്കി കഴിഞ്ഞപ്പോ ഏത് വ്യക്തിയാണ് സുഹൃത്തുക്കളെ, ഈ ഇരിക്കണ ആർക്കാണ് സുഹൃത്തുക്കളെ പറ്റുക? അതുകൊണ്ട് ഒരു ദിവസം പോകും. നമ്മൾ ആരാണെങ്കിലും എന്താണെങ്കിലും, എന്തൊക്കെ ഡെസിഗ്നേഷനുകളുടെ തണലിലാണെങ്കിലും, എന്തൊക്കെ കുടുംബത്തിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ടുപോയി ഒരു ചാലിൽ ചെരിച്ച് കിടത്തും, മേലെ കല്ലുവെക്കും. അവിടെ മുതലൊരു ജീവിതം ആരംഭിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവസാനിക്കല്ല, ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറ്റാലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി മരിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കാലക്കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്നൊക്കെ മോചനത്തെ നൽകുമാറാകട്ടെ. മനുഷ്യ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ അന്തരീക്ഷം ഈ മണ്ണിൽ എന്നെന്നും നിലനിൽക്കാനുള്ള അവസ്ഥയെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.